പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ശ്രദ്ധയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ആമേൻ. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദാനം. ഹല്ലേലൂയ. നിത്യജീവൻ തന്നെ. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞ് നിങ്ങൾ ആദ്യം മുതൽ കേട്ടത്. ഹല്ലേലൂയ. വിശ്വാസിയിൽ ക്രിസ്തീയ യാഥാർത്ഥ്യങ്ങൾ നിരന്തരം വസിച്ചുകൊണ്ടിരിക്കണമെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളിൽ ദൈവവചനം വസിക്കാതെ നിങ്ങളെ എങ്ങനെങ്കിലും അടർത്തി മാറ്റി പാപശരീരത്തിന് അധീനമാക്കാൻ സാത്താൻ പല തന്ത്രങ്ങളായിട്ട് വരുമ്പോൾ നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത്, ആ ദൂതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. പാപത്തിന് വശീകരണമായ അനുഭവത്തിലേക്ക് നിന്റെ ജഡത്തെ നയിച്ചുകൊണ്ട് പിശാച് നിന്നെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ നിനക്ക് നഷ്ടപ്പെടുന്ന സ്വർഗമാണ്, സ്വർഗീയ പർദീസയാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ച് നമുക്ക് ഈ ലോകത്തിൽ ഏറ്റവും നേടിയെടുക്കാൻ കഴിയുന്നത് സ്വർഗത്തിലെ അനുഭവമാണ്, നിത്യജീവനാണ്. മനുഷ്യൻ മരിക്കുന്നു, മരണാനന്തരം ജീവിതമുണ്ട്. ആ ജീവിതം നിത്യ സ്വർഗത്തിൽ എത്തണമെങ്കിൽ ആദ്യം മുതൽ കേട്ട ദൂത് നിനക്ക് ദൈവം ഒരിക്കൽ നിത്യജീവൻ, അതിൽ നീ ഒരിക്കലും വ്യതിചലിച്ച് പോകരുതെന്ന് വചനം പറയുകയാണ്. ആ വചനം വിശ്വാസത്തിൽ സ്ഥിരമായി നമ്മുടെ ഉള്ളിൽ വസിച്ചു കൊള്ളുകയാണെങ്കിൽ, അഥവാ വചനത്തിന് നീ പ്രാധാന്യം കൊടുത്താൽ നിന്റെ ജീവിതത്തെ തകർക്കാൻ സാത്താന് കഴിയത്തില്ല. പിശാചിന് നിന്റെ മേൽ ആധിപത്യം പുലർത്താൻ കഴിയത്തില്ല. പക്ഷെ വചനം എപ്പോൾ നിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോകുന്നു ആ സമയത്ത് സാത്താൻ നിൽ പ്രവേശിക്കും. നിന്റെ ഉള്ളിൽ വചനം വസിക്കാത്തതുകൊണ്ട് നിന്റെ പാപത്തിനും ശാപത്തിനും മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്ക് ഈ ലോകത്തിന്റെ ജഡിക ചൂതാട്ട ദുഷ്കാമ അധർമ്മ പർവ്വത്തിൽ നിന്റെ പിശാച് വലിച്ചുകൊണ്ട് പോകുന്നത് വചനം നിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞ് ആദ്യം മുതൽ കേട്ട ദൂത് നിന്റെ ഹൃദയത്തിൽ വസിക്കണമെന്ന് പറയുന്നത്. പാപശരീരത്തിന് അധീനമായി നീ വസിക്കരുത്. നമുക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം വേണമെങ്കിലും നേടിയെടുക്കാം, എന്തെല്ലാം വേണമെങ്കിലും പേരും പ്രശസ്തി ഉണ്ടാക്കാം. പക്ഷേ നിത്യജീവനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സമർപ്പണമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ താൽക്കാലിക സുഖമല്ല, നമുക്ക് മരണാനന്തര നിത്യജീവിതം. ആ ജീവിതത്തിൽ നാം ദൈവസന്നിധി നിത്യതയിൽ ഉണ്ടാകണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ എന്നെയും നിങ്ങളെയും അതിനുവേണ്ടി കാവൽ കാത്തിരിക്കുന്ന ആമീൻ നമുക്ക് മുമ്പേ കടന്നു പോയവരുണ്ട്. അതുകൊണ്ട് നീ ആ പാതയിൽ തന്നെ ജീവിക്കണം. അതുകൊണ്ട് ഞാൻ വായിച്ച വചനത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന്. ഹല്ലേലൂയ. നാം ആദ്യം മുതൽ കേട്ട ദൂതന്റെ ഉള്ളിൽ വസിക്കട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് സകല ജനത്തെ എടുത്ത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആദ്യം മുതൽ കേട്ട ദൂത ദൈവത്തിന്റെ വചനം വിശ്വാസികളിൽ സകല ജനത്തെ ഒരുപോലെ വസിക്കുവേണ്ടയാകണം. മനുഷ്യന്റെ പാപത്തിലേക്ക് വലിച്ചെടുക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകാതെ ജനം വിശുദ്ധിൽ ജീവിക്കാൻ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.